ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രെഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രെഡ് ടോസ്റ്റ്, ബോംബെ ടോസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക, ഒരല്പം പാലൊഴിക്കുക. ഇതിപ്പോൾ അല്പം പാല് കൂടിപ്പോയി. അതിനാവശ്യമായിട്ടുള്ള നമുക്ക് മുട്ട ചേർക്കാം. നമുക്ക് ബ്രെഡ് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമുക്ക് പഞ്ചസാര കൂടുതലാണ്, മധുരം കൂടുതലാണ് ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർക്കാം. പിന്നെ മുട്ട വേണമെങ്കിൽ നമുക്ക് 2-3 എണ്ണം കൂടുതൽ ചേർക്കാം. എനിക്ക് തോന്നുന്നു മുട്ടയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലും പാൽ ഒരല്പം കുറവും ആയിരിക്കുമ്പോൾ നമുക്ക് വേഗം ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മിക്കവാറും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഉണ്ടാക്കി വന്നപ്പം എനിക്ക് പാലല്പം കൂടിപ്പോയി. മുട്ട ഒരു മുട്ടയേ ഉള്ളൂ. ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ ഒരു മുട്ട വെച്ചത്. പാലല്പം കൂടിപ്പോയി. ഒരു വശത്ത് വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞു. ഇവിടെ അടിച്ച് പിടിച്ച് കുളിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് പണി കാണും, തുണി കാണും. അല്ലാന്നുണ്ടെങ്കിൽ തുണി കാണത്തില്ല. ഇതിപ്പം ലിക്വിഡ് സോപ്പിൻ്റെ ഇത് ഒന്ന് തീർന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി കുളിച്ച് അടിച്ചെടുത്തിട്ട് ഞാൻ അതിനകത്തോട്ട് ആ പാട്ടയും ചിലപ്പോൾ പാട്ടയുടെ മൂടിയും അതിനകത്തിരിക്കുന്ന സർഫൊക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ അതിനകത്തോട്ട് തന്നെ ഇടാറുണ്ട്. ഇത് അവസാനത്തേതായിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനത് അങ്ങനെ ഒഴിച്ചതാണ്. അത് ആ വെള്ളം പോലെ കാണുന്നത്. അപ്പം ഈ ബോംബെ ടോസ്റ്റിന് ബ്രെഡ് ഒരേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്നോർത്തിട്ട് ഞാൻ ബ്രെഡ് പിസ്സയും പിന്നെ വേറൊരു മെത്തേഡും കൂടി ഉണ്ടാക്കാനായിട്ട് വിചാരിച്ചു. പക്ഷെ അത് ഞാൻ ഉണ്ടാക്കിയില്ല. ഉള്ളി ബ്രെഡ് ബോംബെ ടോസ്റ്റ് ബ്രെഡും പിന്നെ ആ ബ്രെഡിൻ്റെ പിസ്സ പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ബ്രെഡ് പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി വേണമെങ്കിൽ ചേർക്കാം. ഉള്ളി, ടൊമാറ്റോ, ബെൽ പെപ്പർ, മഷ്റൂം, കോൺ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സവോളയും ഉള്ളിയും ടൊമാറ്റോയും മാത്രമാണ് ഞാനിപ്പം ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ വേറൊരു രീതിയിലും കൂടി ഉണ്ടാക്കാനായിട്ടാണ് ഇത്രയും കൂടുതൽ ഞാൻ അരിഞ്ഞത്. പക്ഷേ ബാക്കി വന്നത് വേറെ കറിക്ക് ഞാൻ ഉപയോഗിച്ചു. ഇതിപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ മുട്ട പുഴുങ്ങാനായിട്ട് ഞാൻ വെച്ചു. മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു. ഇതൊരു പാത്രം അടുപ്പത്ത് വെക്കുക. വേണമെങ്കിൽ നമുക്ക് ഗീ ചേർക്കാം, ബട്ടർ ചേർക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇവിടെ ഒലിവ് ഓയിൽ എൻ്റെ മോൻ കൂടുതലും ഒലിവ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അവൻ കോക്കനട്ട് ഓയിലിന് പകരം ഒലിവ് ഓയിലാണ് അവൻ യൂസ് ചെയ്യുന്നത്. അവൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റോ അവൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ കൂടുതലും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാനൊരു ഇഡലിയും ദോശയും പിന്നെ ഇടിയപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അന്നേരം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രെഡ് ഇതുപോലെ ബ്രെഡ്, ഉപ്പുമാവ്, ഓട്സ്, കോൺഫ്ലെക്സ് അങ്ങനെയൊക്കെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും. ഇത് ഞാൻ ഡൈസോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പാനാണ്, ഫ്രൈയിങ് പാനാണ്. അയണിൻ്റെ ഫ്രൈയിങ് പാനാണ്. ചെറുതാണ്. അപ്പം ഒരു ബ്രെഡൊക്കെ നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദോശക്കല്ലിലും വെച്ച് അയണാണല്ലോ ദോശക്കല്ല്, അതിലും വെച്ച് ചിലപ്പം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യും. ഒരു അടുപ്പിലൂടെ ഞാൻ വെക്കാറുണ്ട്. നോൺ സ്റ്റിക്കിൽ പാനിൽ വെച്ച് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ മാത്രമാണ്. ഇത് നല്ല പെട്ടെന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേഗമാകും. ഒരെണ്ണം 2 എണ്ണമൊക്കെ വെച്ച് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് ആ ബ്രെഡ് നമുക്ക് ആവശ്യമുള്ള ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം, നമുക്ക് വേണമെങ്കിൽ ഹാഫായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഇത് ഞാൻ ചെയ്തപ്പം ഒരല്പം ഈ പാല് കൂടിപ്പോയി. നമുക്ക്
ബ്രെഡ്, മുട്ട ഞാൻ മോൾക്ക് ചിലപ്പോൾ സ്കൂളിൽ കൊടുത്തയക്കുമ്പം മുട്ടയും പിന്നെ ഒരല്പം പാലേ ഒഴിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ മുട്ടയുടെയും പഞ്ചസാരയുടെയും നന്നായിട്ട് ഇത് വരുമ്പോൾ കുറച്ച് കുറച്ച് വേഗം നമുക്ക് ടോസ്റ്റ് ചെയ്ത് കിട്ടും. ഇത് പാല് ഒത്തിരി അങ്ങ് മുക്കേണ്ടിയില്ലായിരുന്നു. ഞാനിപ്പം കുഴപ്പമില്ല, എന്നാലും നന്നായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. അത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പരിചയമുള്ളവരോട് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ കുറച്ച് കുറവാണ്. കാണുന്നവർ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് ചെയ്യിക്കുക. സബ്സ്ക്രൈബേഴ്സും വേണമല്ലോ. എനിക്ക് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അങ്ങനെ നിർത്താനായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാൻ. യൂട്യൂബ് ചാനൽ ഇങ്ങനെ ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അത് കാരണം കാണുന്നവർ നിങ്ങൾക്ക് പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ബോംബെ ടോസ്റ്റ് ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടുതലാണ്. അപ്പം എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അറിയുന്നവരോടൊക്കെ പറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ബോംബെ ടോസ്റ്റ് ഇതിപ്പം വേറൊരു ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങളിവിടെ കുളിക്കാറുണ്ട്. ഇവിടെ ഇപ്പം ചൂടാണല്ലോ. ഇവിടെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പം തന്നെ ഒരു വല്ലാത്ത വിയർപ്പും എല്ലാമൊക്കെ ഉള്ളതുകൊണ്ട് കുളിക്കാറുണ്ട്. എല്ലാവരും കുളിക്കുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി തുണി കാണും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചേ കാണത്തുള്ളൂ. ഇതിപ്പം ഞാനൊരു ബ്രെഡ് പിസ്സയ്ക്കുള്ള ഒരിതാണ്. ബ്രെഡ് പിസ്സയ്ക്ക് നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇത് മയോണൈസാണ്, ഗാർലിക്കിൻ്റെ മയോണൈസാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ചേർക്കാം. ഞാനിപ്പം സവോളയും ടൊമാറ്റോയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഗ്രേറ്റഡ് ചീസ്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഗ്രേറ്റഡ് ചീസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സിറ്റികളിലൊക്കെയാണ് ഈ ഗ്രേറ്റഡ് ചീസ് കിട്ടുന്നത്. എങ്കിൽ ചീസിൻ്റെ വേറൊരു ഐറ്റംസ്, നമുക്ക് ചീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓംലെറ്റ് വേണമെങ്കിൽ നമുക്ക് ഓംലെറ്റോ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് അങ്ങ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാമല്ലോ. ബ്രെഡ് വേണമെങ്കിൽ, മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം. നമുക്ക് ഏതെങ്കിലും നോൺ വെജ് വേണമെങ്കിലെന്നുണ്ടെങ്കിൽ നോൺ വെജ് ചേർത്ത് നമുക്ക് ഇതുപോലെ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ഗ്രേറ്റഡ് ചീസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിള്ളേർക്കും അത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇഡലിയും ദോശയും ഒക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഓട്സ്, കോൺഫ്ലെക്സ്, പിന്നെ ഉപ്പുമാവ്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഇവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഗ്രേറ്റഡ് ചീസ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ളത്, ഗ്രേറ്റഡ് ചീസും അത് ഫ്രിഡ്ജിലാണല്ലോ നമ്മൾ വയ്ക്കുന്നത്. കുറച്ച് തണുപ്പായത് കാരണം ഈ 2 ബ്രെഡും നന്നായിട്ട് അതിൻ്റെ ചൂട് കാരണമാണല്ലോ, അതിൻ്റെ ചൂട് വേണമല്ലോ അത് മെൽറ്റ് ആകാനായിട്ട്. അത് അപ്പുറത്തെ സൈഡിൽ ബ്രെഡിന് ചൂടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങനെ വെച്ച് വയ്ക്കുന്നത്. അപ്പം എല്ലാ ബ്രെഡുകളും ഇതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ KFCയും ഒക്കെ KFC ഒക്കെ വാങ്ങിക്കുമ്പം അതിലുള്ള ടൊമാറ്റോ കെച്ചപ്പ് എക്സ്ട്രാ വരുന്നതൊക്കെ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ ഇതിനകത്തൊക്കെ വെച്ച് ഇങ്ങനെ ഒഴിക്കാറുണ്ട്. ഇതിപ്പം ഞാൻ ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില്ലി സോസും മയോണൈസും, പിന്നെ പച്ചമുളക്, നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കാം. നമുക്ക് ഒലിവ്സ് ഉപയോഗിക്കാം. നമ്മുടെ പിസ്സയ്ക്ക് കിട്ടുന്ന പോലെ ഒലിവ്സ് എല്ലാം ഉപയോഗിക്കാം. ഞാനിപ്പം ഇത് രണ്ടുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചീസും ഇതും. ഇതിനകത്ത്
ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. ബോംബെ ടോസ്റ്റും പിന്നെ ഈ ബ്രെഡ് പിസയും. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു സാലഡും കൂടി ആകുമ്പം അത് കുറച്ചുകൂടെ ന്യൂട്രീഷ്യസ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിള്ളേർക്ക് ബ്രെഡ് സാലഡും കൂടെ ഇത് ഈ കുക്കുംബറിൻ്റെയും ഈ ക്യാരറ്റിൻ്റെയും സാലഡ്, പിന്നെ ഈ ബ്രെഡ്, പിന്നെ ഞാൻ 2 മുട്ട എക്സ്ട്രാ പുഴുങ്ങിയതുണ്ടായിരുന്നു. ആ മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിങ്ങനെ നമ്മളെല്ലാവരും കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബായ്, നമസ്കാരം.